Good morning. Morning, ma'am. Morning, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്ത് നിർത്തിയത്? സ്പില്ലേജ് വേസ്റ്റ്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈന്റ്സ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എടുത്തോണ്ടിരുന്നേ അല്ലേ? ഓക്കെ, എവിടെ വരെ എടുത്ത് നിർത്തിയത് ഓർക്കുന്നുണ്ടോ? Training and certification, state and local permits. സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ് വരെ. ഓക്കെ, 4 എണ്ണം എടുത്തു അല്ലെ? 3 എണ്ണം എടുത്തു അല്ലെ? ഓക്കെ, ഓക്കെ. നമ്മുടെ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ് അവിടെ വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത് അല്ലെ? ട്രെയിനിങ് സെക്ഷൻസ്, ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് പറഞ്ഞു, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി പറഞ്ഞു, ദെൻ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ് അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ അതോറിറ്റീസിൽ നിന്നുള്ള പെർമിറ്റ്സ് മുതലായ കാര്യങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞു. ദെൻ 4ാമത്തത് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. ആ 3 എണ്ണം ക്ലിയർ ആണല്ലോ അല്ലെ? ആദ്യത്തെ 3 എണ്ണം എന്താണ് ഒരു റിപ്ലൈ ചെയ്യാതെ? ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടി പറയണോ? ഓക്കെ, ശ്രദ്ധിക്കാട്ടാ. നമ്മളിവിടെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു നിയന്ത്രണ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായിട്ട് അവർ ആ ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായി അവർ അതിനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ പാലിക്കണമെങ്കിൽ കുറച്ച് അധികം റെഗുലേഷൻസും കാര്യങ്ങളും അവര് ബാധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അവർ പാലിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? അതിൽ ഒന്നാമത്തതാണ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞത്. ഇതിലെന്താ നമ്മൾ പറഞ്ഞത്? ഒത്തിരി ആക്ടുകൾ കാര്യങ്ങളുണ്ട് അല്ലെ? ഇന്റർനാഷണൽ ആയിട്ടുള്ളതാവാം, നമുക്ക് സ്റ്റേറ്റ് പരമായിട്ടുള്ള പലതരത്തിലുള്ള ആക്ടുകൾ നമ്മൾ പറഞ്ഞു അല്ലെ? RCRA പറഞ്ഞു, അതുപോലെ OSHA അല്ലെ? OSHA എന്ന് പറയുന്ന ആക്ട് പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആക്ടുകളിൽ പറയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം ഈ പറയുന്ന ഡേഞ്ചറസ് വേസ്റ്റുകളുടെയൊക്കെ ഡിസ്പോസലും മാനേജ്മെന്റും നടത്താനായിട്ട്. അതാണ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2ാമത്തത് പറഞ്ഞത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി അല്ലെ? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി അല്ലെങ്കിൽ EPA കാര്യം എന്താ പറഞ്ഞേ? ഈ EPA പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചായിരിക്കണം അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയും ഇതുപോലെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അവരുടെയും ഗൈഡ് ലൈൻസ് അനുസരിച്ചുള്ള രീതി ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം ഡേഞ്ചറസ് വേസ്റ്റിന്റെ ഡിസ്പോസൽ ആൻഡ് മാനേജ്മെന്റ് നടത്താനായിട്ട്. അപ്പൊ അതില് എപ്പോഴും ഹോസ്പിറ്റലുകള് ഇങ്ങനെയുള്ള EPA പോലെയുള്ള ഗൈഡ് ലൈൻസ് പാലിച്ചില്ലെങ്കിൽ അവരെന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? ഫൈൻസ് അല്ലെങ്കിൽ പെനാൽറ്റീസ് നൽകേണ്ടതായിട്ട് വരും. ദെൻ 3ാമത് പറഞ്ഞത് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്. നമ്മുടെ ഹോസ്പിറ്റല് ഏത് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സിന്റെ അതോറിറ്റിയുടെ കീഴിലാണോ വരുന്നത് അവരിൽ നിന്ന് എന്ത് ചെയ്യണം? പെർമിറ്റ് വാങ്ങിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റുകള് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും പാടുള്ളൂ. മനസ്സിലായോ? 3 എണ്ണം ക്ലിയർ ആണോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാതിരിക്കുന്നത്? എന്താ ഒരു ഉഷാറില്ലാതെ? ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞത് കൊണ്ടാണോ? സെക്കൻഡ് ക്ലാസ് ആയതുകൊണ്ടാണോ? അതോ മനസ്സിലാവാത്തത് കൊണ്ടാണോ? നോമ്പായത് കൊണ്ടാണ്? ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് ക്ഷീണമായിട്ടിരിക്കുന്നത് കൊണ്ടാണ്? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടാ. ഓക്കെ, നമുക്ക് ഇന്ന് തീർക്കണം. കാരണം നമുക്ക് ഇനി സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ ഇന്ന് ഈ ക്ലാസ് തീർക്കണം നമുക്ക് ഈ പോർഷൻസ് കേട്ടാ. ഓക്കെ, നെക്സ്റ്റ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. The healthcare workers
who manipulate spillage waste must get training and certification in dangerous waste management and disposal procedure to ensure compliance with regulations. അതായത് ഇവിടെ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ കൊടുക്കുക. ആർക്കാണ് ട്രെയിനിങ് സർട്ടിഫിക്കേഷനും കൊടുക്കേണ്ടത്? ഹെൽത്ത് വർക്കേഴ്സിനാണ് അല്ലെ, ഹെൽത്ത് കെയർ വർക്കേഴ്സിന്. അതായത് ഹു മാനിപ്പുലേറ്റ് ഈ സ്പില്ലേജ് വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് വർക്കേഴ്സിന് അവർക്ക് കൃത്യമായിട്ട് ഈ ഡേഞ്ചറസ് വേസ്റ്റുകളെ എങ്ങനെ മാനേജ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ഈ കൃത്യമായിട്ട് ഈ പറയുന്ന റെഗുലേഷൻസ് അനുസരിച്ച് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് എങ്ങനെയാണ് പാലിക്കേണ്ടത് അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ടത് മുതലായ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ട്രെയിനിങ്ങുകളും സർട്ടിഫിക്കേഷനും ആർക്ക് കൊടുക്കണം? ഹെൽത്ത് കെയർ വർക്കേഴ്സിന് നൽകണം. പറയണ്ടല്ലോ ഇനി അത് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. മനസ്സിലായില്ലേ? എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഈ പറയുന്ന വേസ്റ്റ് മാനേജ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, ഓരോ റെഗുലേഷൻസും റൂൾസും എങ്ങനെ പാലിക്കണം, എങ്ങനെ ഇത് സേഫ് ആയിട്ട് മാനേജ് ചെയ്യണം മുതലായ കാര്യങ്ങളെ കുറിച്ച് ഈ സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് വർക്കേഴ്സിന് ട്രെയിനിങ്ങുകളും സർട്ടിഫിക്കേഷൻസും നൽകുക. നെക്സ്റ്റ് പറയുന്നത് റെക്കോർഡ് കീപ്പിംഗ്. Okay, hospital must keep records of spillage waste management activities that include documentation of spills, handling and disposal procedures, and any follow-up actions already taken. ഇനി എന്താണ് റെക്കോർഡ് കീപ്പിംഗ്? ഹോസ്പിറ്റലുകാര് എപ്പോഴും സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും റെക്കോർഡ്സ് കൃത്യമായി സൂക്ഷിക്കണം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടും? ഇൻക്ലൂഡ്സ് ദ ഡോക്യുമെന്റേഷൻ ഓഫ് സ്പിൽസ്, ഏതൊക്കെ തരത്തിലുള്ള സ്പില്ലേജ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത്, അതിനുവേണ്ടി ഡിസ്പോസ് ചെയ്യാൻ ഉപയോഗിച്ച നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, ഇനി എന്തൊക്കെ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ആണ് അതിനു വേണ്ടി അവിടെ നടത്തിയത് മുതലായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയ റെക്കോർഡുകൾ കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലുകാര് കീപ്പ് ചെയ്യണം. മനസ്സിലായോ? റെക്കോർഡ് കീപ്പിംഗിൽ എന്താ പറയുന്നത്? ഹോസ്പിറ്റൽസ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും കൃത്യമായ റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. അതിൽ ആ ഒരു സ്പില്ലേജ് ടൈപ്പ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, എന്തൊക്കെ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ആണ് അവരവിടെ എടുത്തത്, ഇനി എന്തൊക്കെ ഫോളോ അപ്പ് ആണ് അതിനുശേഷം അവരവിടെ ചെയ്തത് മുതലായ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള റെക്കോർഡുകളായിരിക്കണം ഹോസ്പിറ്റൽ കീപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ റെക്കോർഡ് കീപ്പിംഗ്? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഇൻസ്പെക്ഷൻസ്. ഇൻസ്പെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പരിശോധന അല്ലെ. ഓക്കെ. റെഗുലേറ്ററി ഏജൻസീസ് oversee inspections of hospital to ensure compliance with dangerous waste management regulations, and hospitals must be ready for these inspections and have a plan in place to rectify any insufficiency identified during the inspection. ഇനി എന്താണ് ഇൻസ്പെക്ഷൻസ് നടത്തുക? ആരെ ഇൻസ്പെക്ഷൻ നടത്തുക? റെഗുലേറ്ററി ഏജൻസീസ് ആണ് അല്ലെ. ഇത് നിയന്ത്രണവും നിയമങ്ങളും കൊടുത്തിരിക്കുന്ന ഓരോ ഏജൻസികളും അവരെന്ത് ചെയ്യും? മേൽനോട്ടം വഹിക്കാനായിട്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഹോസ്പിറ്റലിലെ പരിശോധനകൾ നടത്താനായിട്ട്. എന്തിനു വേണ്ടിയാ പരിശോധനകൾ നടത്താൻ വരുന്നത്? ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളെല്ലാം കൃത്യമായിട്ട് ആ ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. അങ്ങനെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെയുള്ള റെഗുലേറ്ററി ഏജൻസികള് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ഇൻസ്പെക്ഷൻസ് അല്ലെങ്കിൽ പരിശോധനകൾക്കായിട്ട് വരും. അപ്പൊ ഹോസ്പിറ്റൽ മസ്റ്റ് ബി റെഡി. ഹോസ്പിറ്റൽ എപ്പോഴും തയ്യാറായിരിക്കണം. ഇതിനു വേണ്ടി ഈ പറയുന്ന പരിശോധനകൾക്ക് എപ്പോ പരിശോധനകൾക്ക് വന്നാലും അതിന് റെഡി ആയിട്ട് ആരിക്കണം? ഹോസ്പിറ്റലിൽ ഇരിക്കണം. ഇവരിവിടെ നേരത്തെ മുൻകൂട്ടി പറഞ്ഞുകൊണ്ടായിരിക്കും പരിശോധനയ്ക്ക് വരുന്നത്? ആയിരിക്കില്ല അല്ലെ. അവർ ചിലപ്പോൾ പെട്ടെന്നുള്ള പരിശോധന സർപ്രൈസ് വിസിറ്റ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് ഏത് സമയവും അവർക്ക് പരിശോധന ഉണ്ടാവാം. അപ്പൊ അതിനു വേണ്ടി ഹോസ്പിറ്റൽ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ റെഡി ആയിരിക്കണം. ആൻഡ് ഹാവ് എ പ്ലാൻ ഇൻ പ്ലേസ് ടു റെക്ടിഫൈ എനി insufficiency identified during the inspection. അപ്പൊ ഇൻസ്പെക്ഷന്റെ സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ന്യൂനതകളോ കാര്യങ്ങളോ കണ്ടെത്തിയാൽ അത് പരിഹരിക്കാനുള്ള ഒരു പ്ലാൻ ആ
ആസൂത്രണം ചെയ്തായിരിക്കണം ആ ഹോസ്പിറ്റല് നിൽക്കേണ്ടത്. അപ്പൊ ഹോസ്പിറ്റൽ ഇൻസ്പെക്ഷൻസിൽ പറയുന്നത് എന്താ, റെഗുലേറ്ററി ഏജൻസികള് നിയന്ത്രണം വെക്കുന്ന സ്ഥാപനങ്ങള് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് ഈ ഡേഞ്ചറസ് വേസ്റ്റുകളുടെ മാനേജ്മെന്റ് ആ നിയന്ത്രണ പ്രകാരം അല്ലെങ്കിൽ അവർ നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരമാണോ ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് ഈ സ്ഥാപനം പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പരിശോധനകൾക്കായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ പരിശോധനയായിട്ട് വരുന്ന സമയത്ത് ഹോസ്പിറ്റൽ എപ്പോഴും അതിന് പരിശോധനകൾക്കായിട്ട് റെഡി ആയിരിക്കണം. ഇനി ഇവര് പരിശോധിച്ച് കഴിയുമ്പോൾ പറയുന്ന ന്യൂനതകളൊക്കെ പരിഹരിക്കാനായിട്ടും ഈ പറയുന്ന ഹോസ്പിറ്റൽ അതിനു വേണ്ടിയുള്ള പ്ലാനുകൾ ആസൂത്രണം ചെയ്തിരിക്കണം. മനസ്സിലായോ? ഇൻസ്പെക്ഷൻ ക്ലിയർ ആണോ? ഓക്കെ. Then next പറയുന്നത് penalties for non-compliance. The hospitals that fail to abide by dangerous waste management regulations may have to face fines, penalties and legal action. ഇനി എന്താ penalty for non-compliance? അതായത് ഇവർ കൃത്യമായിട്ട് ഈ പറയുന്ന റെഗുലേഷൻസ് ഒന്നും പാലിക്കുന്നില്ല എങ്കിൽ ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും, അവരെ പാലിക്കാതെ വന്നാൽ അവിടെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഫൈൻസോ പെനാലിറ്റീസോ ലീഗൽ ആക്ഷൻസ് അല്ലെ, ലീഗൽ ആയിട്ടുള്ള നടപടികളോ നിയമപരമായ നടപടികളോ ഒക്കെ ഇവര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ അത്രയും പോയിന്റ്സ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. 7 പോയിന്റ്സ് പറഞ്ഞു. വേഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ഭാഗത്തിൽ പോട്ടെ. എന്താണ് ഇത്രയും പേരുണ്ടായിട്ട് ഒരു റിപ്ലൈ ഒക്കെ ഭയങ്കര ഇതാണല്ലോ, കുറവാണല്ലോ. Okay, next നോക്കിയേ. Compliance with the regulatory framework for spillage waste management is critical for safeguarding the environment and public health and avoiding legal and financial penalties. അപ്പൊ ഇങ്ങനെയുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പ്രകാരം അല്ലെങ്കിൽ നിയന്ത്രണ ചട്ടക്കൂടുകൾ പ്രകാരം എല്ലാ കാര്യങ്ങളും എന്തുമായി ബന്ധപ്പെട്ടതാ, സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒക്കെ പാലിക്കുന്നത് വഴി നമുക്ക് എന്തുറപ്പുവരുത്താൻ പറ്റും? ക്രിട്ടിക്കൽ ഫോർ സേഫ് ഗാർഡിംഗ് ദ എൻവയോൺമെന്റ് ആൻഡ് പബ്ലിക് ഹെൽത്ത്. പൊതുജന ആരോഗ്യവും അതുപോലെ തന്നെ പരിസ്ഥിതിയൊക്കെ വളരെ സുരക്ഷിതമാക്കാനും ആൻഡ് അവോയ്ഡിങ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ പെനാലിറ്റി. അല്ലെ, നമ്മൾ നല്ല രീതിയിൽ ഈ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിയമ നടപടികൾ എതിരായിട്ട് വരും. അല്ലെ, ആ സ്ഥാപനത്തിനെതിരായി ലീഗൽ ആക്ഷൻസ് വരില്ലേ?
വരോ ഫിനാൻഷ്യൽ പെനാൽറ്റീസ്, സാമ്പത്തികമായ പിഴകൾ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, ലീഗൽ ആക്ഷൻസും ഫിനാൻഷ്യൽ പെനാൽറ്റീസ് അല്ലെങ്കിൽ സാമ്പത്തിക പിഴകളും ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ടും നമ്മുടെ പൊതുജന ആരോഗ്യവും അതുപോലെ തന്നെ എൻവയോൺമെന്റും ഒക്കെ വളരെ സേഫ് ആയിട്ട് നിലനിർത്താനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ നിയന്ത്രണങ്ങളും പാലിക്കുക എന്ന് പറയുന്നത്. Then hospital must be up to date on regulations and guidelines, secure the required permits, provide training and certification to healthcare workers, keep accurate records and be prepared for inspections. ഇനി എന്താ പറയുന്നേ, ഹോസ്പിറ്റൽസ് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കണം. എന്തിലൊക്കെയാണ് ഈ പറയുന്ന റെഗുലേഷൻസ്, ഏതൊക്കെയാണ് അവർ തരുന്ന ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക. ചില വ്യത്യാസങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും വരുത്തേണ്ടതായിട്ട് വരും അല്ലെ. ആൻഡ് സെക്യൂർ ദ റിക്വയർഡ് പെർമിറ്റ്, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ അതോറിറ്റീസിൽ നിന്നും കിട്ടേണ്ടതായിട്ടുള്ള പെർമിറ്റുകൾ വാങ്ങിവെക്കുക. ആൻഡ് പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ടു ഹെൽത്ത് കെയർ വർക്കേഴ്സ്. അവിടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, എന്തിലുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സാ, ഈ സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ആവശ്യമായ ട്രെയിനിങ്ങുകളും സർട്ടിഫിക്കേഷൻസും നൽകുക. Then keep accurate records, കൃത്യമായ റെക്കോർഡുകൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ബി പ്രിപ്പയർഡ് ഫോർ ഇൻസ്പെക്ഷൻ, അതിനുശേഷം മാത്രമേ നമ്മൾ ആ ഒരു ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വന്നാൽ തയ്യാറായിട്ടിരിക്കുക. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണെങ്കിൽ പിന്നെ അവിടെ ഒരു ഇൻസ്പെക്ഷന് വന്നാലും നമുക്ക് പ്രശ്നമില്ല അല്ലെ. അല്ലെ, ഈ പറയുന്ന കൃത്യമായ പെർമിറ്റ്സ് അവർക്കുണ്ട്, അവർ അപ് ടു ഡേറ്റ് ആയിട്ട് ആ റെഗുലേഷൻസും ഗൈഡ് ലൈൻസും പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കൃത്യമായ ട്രെയിനിങ്ങും സർട്ടിഫിക്കേഷൻസും അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സിന് കൊടുത്തിട്ടുണ്ട്, ആക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ഇൻസ്പെക്ഷന് വന്നാലും അവർക്ക് പ്രശ്നമുണ്ടോ? അവർക്ക് ഫൈനോ പെനാൽറ്റി കിട്ടോ? ഇല്ല അല്ലെ. അതെ, ഫൈൻ ഒന്നും വേണ്ടി വരില്ല. അവർ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് ആ ഹോസ്പിറ്റലാണ്. എന്നാൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന ലീഗൽ ആക്ഷൻസിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെനാൽറ്റികളിൽ നിന്നോ അവോയ്ഡ് ചെയ്യാൻ, അതൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ. വേഗം വായിച്ചു നോക്കിയ ചെറിയ പാരഗ്രാഫാണ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഒരു ഭാഗമാണ് കേട്ടോ, ലാസ്റ്റ് ഭാഗമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ലാസ്റ്റ് ഭാഗമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ. എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഉയർന്നു വരുന്ന പ്രവണതകൾ, ട്രെൻഡ്സ്, അതുപോലെ ടെക്നോളജീസ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ്. ഇവിടെ പറയാം, നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ല, കുറച്ചധികം അഡ്വാൻസ് ടെക്നോളജീസ് ഒക്കെ ഈ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത് ഏതൊക്കെ മെത്തേഡുകളാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. പേര് കേട്ടിട്ടുണ്ടാവും അല്ലെ, പേര് കേട്ടിട്ടില്ലേ? നമ്മൾ റോബോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞ് പേര് കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇവിടെ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം നോക്കിയേ. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ടെക്നോളജീസ് ആർ ബീങ് ഇവോൾവ്ഡ് എന്നാണ് കേട്ടോ. അവിടെ ഇവോൾവ്ഡ് എന്നാണ്. Evolved to handle danger waste safely and skillfully. ഈ പറയുന്ന റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ടെക്നോളജി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വികസിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഡേഞ്ചറസ് വേസ്റ്റുകളൊക്കെ സേഫ് ആയിട്ടും വളരെ സ്കിൽഫുള്ളി, വളരെ വൈദഗ്ധ്യത്തോടുകൂടി വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നോളജിയാണ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. This can help lessen the risk of exposure
എക്സ്പോഷർ ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. അതായത് ആരോഗ്യ പരിചരണം സംവിധാനത്തിൽ ഉൾപ്പെടുന്ന വർക്കേഴ്സ്, അവരല്ലേ പ്രധാനമായിട്ടും ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണ് ഈ മാനേജ്മെന്റ്, വില്ലേജ് വേസ്റ്റിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവര് ഇതിന് വിധേയമാകുമ്പോൾ അവർക്കുണ്ടാകുന്ന അപകട സാധ്യതകള് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. മേക്ക് ബെറ്റർ ദ ആക്യുറസി ആൻഡ് സ്പീഡ് ഓഫ് വേസ്റ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ. അതുപോലെ ഇത് കൈകാര്യം ചെയ്യുന്നതിന്റെ ആ ഒരു കൃത്യത, അതുപോലെ സ്പീഡ് മുതലായ കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ചും കൂടി കൂട്ടാനായിട്ട് സാധിക്കും. ഇതില് ശരിക്കും റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ശരിക്കും ഇത് റോബോട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോബോട്ടിക് അസിസ്റ്റഡ് സർജറി പഠിച്ചില്ലേ? ഓപ്പറേഷൻ തിയേറ്ററില പഠിച്ചോ? ഓർമ്മയുണ്ടോ? ഉണ്ട്. മറന്നുപോയി? ബാക്കി എല്ലാവരും മറന്നുപോയോ? അതേപോലെ തന്നെ ഇവിടെയും റോബോട്ടിനെ യൂസ് ചെയ്തുകൊണ്ട്, അതായത് ശരിക്കും കൊണ്ട് റോബോട്ടിക് ആംസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അവിടെ യൂസ് ചെയ്ത പോലെ തന്നെ റോബോട്ടിക് ആംസ് യൂസ് ചെയ്തുകൊണ്ട് അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള സെൻസേഴ്സും റിമോട്ടൊക്കെ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റോബോട്ടിക് ആംസ് ആയിരിക്കും. ഈ റോബോട്ടിക് ആംസും അതിൽ സെൻസേഴ്സ് ഉണ്ടാവും, ക്യാമറാസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഗ്രിപ്പേഴ്സ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ റോബോട്ടിക് ആംസിൽ ഉണ്ടാവും. അപ്പൊ അതിനെ അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സെൻസേഴ്സ് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് റിമോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ റോബോട്ടിക് ആംസിനെ. അപ്പൊ ആ റോബോട്ടിക് ആംസ് ആണ് ഇവിടെ ഹെൽത്ത് വർക്കർ അല്ല നേരിട്ട് ഹാൻഡ് ഉപയോഗിച്ച് പറയുന്ന സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതും സെപ്പറേറ്റ് ചെയ്യുന്നതും. മറിച്ച് ആരായിരിക്കും മറിച്ചൊക്കെ ചെയ്യാം? നമ്മൾ പറഞ്ഞില്ലേ, അവിടെ ആരായിരുന്നു സർജന് പകരം ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്? ആരായിരുന്നു? റോബോട്ടിക് ആംസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ ആ റോബോട്ടിക് ആംസ് ആണ് ആ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നത്. അവരാണ് ആ വേസ്റ്റുകളെ സോർട്ട് ചെയ്യുന്നതും സെപ്പറേറ്റ് ചെയ്യുന്നതും. പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അത് പലതിനെയും സോർട്ട് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ഈ റോബോട്ടിക് ആംസിന്റെ സഹായത്തോടു കൂടി. അപ്പൊ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കൃത്യമായ റിമോട്ടേഴ്സ് ഉണ്ടാവും. അതിനനുസരിച്ചുള്ള ക്യാമറാസും സെൻസേഴ്സും ഒക്കെ അതിൽ തന്നെ നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് പലതരത്തിലുള്ള മെറ്റീരിയൽസിന് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തില് ഫാസ്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനും സോർട്ട് ചെയ്യാനും സഹായിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ആ ഒരു വേസ്റ്റുമായിട്ട് നേരിട്ടുള്ള ആ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ ആ ഒരു വിധേയത്വം നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലേ? നേരിട്ട് അത് എക്സ്പോസ്ഡ് ആവുന്നതിന്റെ ഒരു പരിധി നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലേ? പറ്റും അല്ലെ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ക്യാൻ ഹെൽപ്പ് ലെസൺ ദ റിസ്ക് ഓഫ് എക്സ്പോഷർ ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ആരോഗ്യ പരിചരണം കൊടുക്കുന്ന ആ വർക്കേഴ്സ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവരുടെ ആ ഒരു അപകട സാധ്യത ഒരു പരിധി വരെ നമുക്ക് ഇതിന്റെ സഹായത്തോടു കൂടി കുറയ്ക്കാൻ പറ്റും. അതുപോലെ കുറച്ചും കൂടി നല്ല കാര്യക്ഷമതയോടുകൂടി കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ? അതുപോലെ എന്തൊരു സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ഇതിന്റെ സഹായത്തിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? റോബോട്ടിക് ഓട്ടോമേഷൻ ടെക്നോളജി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വായിച്ചു നോക്കിയ ഫസ്റ്റ് വൺ. ഓരോന്നും വ്യത്യസ്തമാണ് കേട്ടോ. ഫസ്റ്റ് വൺ വായിച്ച് മനസ്സിലായിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാം. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ ആണ് ബയോ റെമഡിയേഷൻ. ബയോ റെമഡിയേഷൻ കേട്ടിട്ടുണ്ടോ? പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ബയോ റെമഡിയേഷൻ? ഇല്ല. Okay, this technology uses natural biological processes to break down dangerous waste, and this can be an effective and environment-friendly approach to spillage waste management. Bioremediation എന്ന് പറയുമ്പോൾ ബയോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ്സിലൂടെയാണ് ഈ പറയുന്ന ഡേഞ്ചറസ് വേസ്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ആ ഒരു ബയോളജിക്കൽ പ്രോസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് സാധനം ഉപയോഗിച്ചായിരിക്കും നമ്മുടെ ഡേഞ്ചറസ് വേസ്റ്റുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? എന്തുപയോഗിച്ചായിരിക്കാം? ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഈ പറയുന്ന വേസ്റ്റുകളൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട്
ഏത് സാധനമായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയുള്ള സാധനങ്ങളായിരിക്കാം യൂസ് ചെയ്യുന്നത്? എന്തായിരിക്കാം? മൈക്രോ ഓർഗാനിസംസ് അല്ലെ? ആണോ? മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ പോലെയുള്ള, ഫംഗസ് പോലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് കേട്ടോ. മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ വേസ്റ്റിനെയൊക്കെ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു കേട്ടോ. ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ്സിലൂടെയാണ്. നമ്മളവിടെ മറ്റ് രീതിയിലുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, മറിച്ച് നാച്ചുറൽ ആയിട്ടുള്ള. അപ്പൊ അത് ശരിക്കും ഒരു എക്കോ ഫ്രണ്ട്ലി ആണ് അല്ലെ? നമ്മുടെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ലേ? ആണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ദിസ് ക്യാൻ ബി ആൻ എഫക്റ്റീവ്, ഇതൊരു ഫലപ്രദമായിട്ടുള്ള ഒരു മെത്തേഡാണ്. ആൻഡ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലിയുമാണ്, പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ സമീപനമാണ്. ടു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, സ്പില്ലേജ് വേസ്റ്റുകളെ ഡിക്കമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ സ്മോളർ ആൻഡ് നോൺ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കോമ്പൗണ്ടുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ചൊരു നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ്സിലൂടെയാണ് ഇവയെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അതിപ്പോ ഓയിൽ ആവാം, നമ്മുടെ കെമിക്കൽസ് ആവാം, ഹെവി മെറ്റൽസ് ആവാം, ഇതെല്ലാം നമ്മൾ ഇതിലൂടെയാണ്, ഈ ഒരു ബയോളജിക്കൽ പ്രോസസ്സിലൂടെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപ്ലർ ആയിട്ടുള്ള നോൺ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഹോർമോൺസ് ആക്കി മാറ്റുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ബയോ റെമഡിയേഷൻ. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ. നോക്കിയേ, പ്ലാസ്മ ആർക്ക് എന്നാണ് കേട്ടോ, ARC ആണ്. ഈ നാട്ടിലൂടെ കിടക്കുന്നത് കേട്ടോ, ARC ആണ് കേട്ടോ. പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ is a process that uses high temperature to break down unsafe waste, including spillage waste, into its constituent component. അപ്പൊ ഇവിടെ പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ പ്രോസസ്സിൽ ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്? ഹൈ ടെമ്പറേച്ചർ ആണ് നമ്മൾ ഇവിടെ കൊടുക്കുക. ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിന്റെ ഘടക ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ സിംപ്ലർ കമ്പോണൻസ് ആയിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ടെക്നോളജി ക്യാൻ മിനിമൈസ് ദ വോളിയം ഓഫ് വേസ്റ്റ്. ഇങ്ങനെ ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒത്തിരി വേസ്റ്റ് ഉള്ള ആ ഒരു വേസ്റ്റിന്റെ ആ വോളിയത്തെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. lessen the risk of exposure to dangerous substance. ഡേഞ്ചറസ് സബ്സ്റ്റൻസുകളുമായിട്ടുള്ള എക്സ്പോഷർ അല്ലെങ്കിൽ അത് വിധേയമാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള അപകട സാധ്യത കുറയ്ക്കാൻ പറ്റും. ആൻഡ് regain valuable materials for reuse. നമുക്ക് പുനർ ഉപയോഗിക്കാൻ ആവശ്യമായ വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ റീഗെയിൻ ചെയ്യാൻ, നമുക്ക് വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ അത് അവിടെ സ്ഥിരം നിലനിർത്താനായിട്ട് ഈ ഒരു വഴിയിലൂടെ സാധിക്കുന്നുണ്ട്. പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് അവിടെ യൂസ് ചെയ്യുന്നത് എന്താ? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെയുള്ള ആ വേസ്റ്റുകളെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോളർ കമ്പോണൻസ് ആയിട്ട് മാറ്റുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ ആ ഒരു വലിയ വോളിയം ഓഫ് വേസ്റ്റ് ഉണ്ടെങ്കിലും ഈ പറയുന്ന ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ആ വോളിയത്തെ നമുക്ക് ഒരു പരിധി വരെയും കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ആ അപകട സാധ്യത, ഇതിനോട് എക്സ്പോസ്ഡ് ആവുന്നതിൽ നിന്നുള്ള അപകട സാധ്യത കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് പുനർ ഉപയോഗത്തിനായിട്ട് മാറ്റിവെക്കാനും സാധിക്കും. വായിച്ചു നോക്കിയേ, പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ.
ഓക്കെ ആണോ? പ്ലാസ്മ ഗാസിഫിക്കേഷൻ ക്ലിയർ ആണ്? എന്താണ് റിപ്ലൈ ചെയ്യാത്തത്? മനസ്സിലാവാത്തതുകൊണ്ടാണോ റിപ്ലൈ ചെയ്യാത്തത്? മിസ്സിന് മനസ്സിലാവണ്ടേ? നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? അതിനു വേണ്ടിയാണ് ചോദിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. Then next one, green chemistry. The green chemistry is an approach to chemical design and production that aims at reducing the use and generation of dangerous substances. This can help bring down the amount of dangerous waste produced, including leakage waste. ഇവിടെ green chemistry എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് is an approach. ഇതൊരു പുതിയ സമീപനമാണ്. To chemical design and production, അതായത് കെമിക്കൽസ് ഡിസൈൻ ചെയ്യുക, അതിന്റെ പ്രൊഡക്ഷൻ, ഉൽപാദനം മുതലായിട്ടുള്ള കാര്യങ്ങൾ. അത് എങ്ങനെയുള്ള കെമിക്കൽസ് ആയിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? എങ്ങനെയുള്ളതായിരിക്കണം? സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് ആയിരിക്കണം, അല്ലെ? വേസ്റ്റ്, ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റോ കാര്യങ്ങളോ വരാത്ത രീതിയിലുള്ള സേഫ് ആയിട്ടുള്ള കെമിക്കൽസിന്റെ ഡിസൈൻ ചെയ്യുക, അത് രൂപകൽപ്പന ചെയ്യുക, അത് പ്രൊഡക്ഷൻ നടത്തുക, അത് ഉൽപാദിപ്പിക്കുന്നതിലൂടെ. അത് എന്താണ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്? That aims at reducing the use and generation of dangerous substances. ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന സബ്സ്റ്റൻസുകളും എങ്ങനെ, വേസ്റ്റ്സും എങ്ങനെ തന്നെയായിരിക്കും? ഡേഞ്ചറസ് വേസ്റ്റുകളായിരിക്കും, അല്ലെ? ഡേഞ്ചറസ് വേസ്റ്റുകൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസുകളൊക്കെ ഉണ്ടാവുന്നതിന്റെയും അതുപോലെയുള്ള സാധനങ്ങളുടെ ഉപയോഗവും ജനറേഷനും ഒക്കെ നമുക്ക് തടയുന്നതിന് വേണ്ടി, ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് വേണ്ടി സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് രൂപകൽപ്പന ചെയ്യുന്നു, അത് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു അപ്രോച്ച് അല്ലെങ്കിൽ സമീപനമാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. മനസ്സിലായോ? This can help bring down the amount of dangerous waste produced, including leakage waste. ഇങ്ങനെയുള്ള സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നു, അത് ഡിസൈൻ ചെയ്ത് പ്രൊഡക്ഷൻ നടത്തി അത് ഉപയോഗിക്കുന്നത് വഴി ഒരു പരിധി വരെയും നമുക്ക് ഈ ഡേഞ്ചറസ് വേസ്റ്റുകൾ ഉണ്ടാകുന്നതിന്റെ എമൗണ്ട് കുറയ്ക്കാൻ സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി ഗ്രീൻ കെമിസ്ട്രി. ഓക്കെ ആണോ? ഗ്രീൻ കെമിസ്ട്രി ക്ലിയർ ആണോ? സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് ഡിസൈൻ ചെയ്യുന്നു, അത് പ്രൊഡക്ഷൻ നടത്തുന്നു. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡേഞ്ചറസ് വേസ്റ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ എമൗണ്ട് ഒരു പരിധി വരെയും കുറയ്ക്കാൻ പറ്റും. അതാണ് അവിടെ ഗ്രീൻ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ അല്ലേ? ഓക്കെ. Then last one ആണ് നാനോ ടെക്നോളജി. കേട്ടിട്ടുണ്ടോ നാനോ ടെക്നോളജി? The nanotechnology is being developed to give more effective and environment-friendly solution for dangerous waste management, which includes spillage waste. For example, the nanoparticles can be used selectively to bind hazardous substances, making them easier to eliminate and dispose of safely. അതായത് ഇവിടെ നാനോ ടെക്നോളജി എന്ന് ഉദ്ദേശിക്കുന്നത് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്താണ് ടെക്നോളജി തന്നെയാണ്. ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ ഓയിൽ ക്ലീനപ്പ്, ഓയിൽ സ്പില്ലേജുമായി ബന്ധപ്പെട്ട ക്ലീൻ ചെയ്യല്, അല്ലെങ്കിൽ വാട്ടർ വേസ്റ്റേജ് മാനേജ്മെന്റ്, വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്യില്ലേ? വാട്ടർ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യില്ലേ? അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾക്കൊക്കെയാണ് കൂടുതലും ഈ നാനോ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നാനോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്, അതെന്ത് ചെയ്യും? ഈ പറയുന്ന ഹസാർഡസ് സബ്സ്റ്റൻസിന് ചെന്ന് ബൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ ബന്ധിച്ചു ഇതിനെ ചെന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ പറയുന്ന വേസ്റ്റുകളെ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തെടുക്കാനും ഡിഗ്രേഡ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. മനസ്സിലായോ?
മനസ്സിലായോ? വാട്ടർ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് ആ വെള്ളത്തിലുള്ള വേസ്റ്റിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുക അല്ലെ? ആണോ? വെള്ളം അങ്ങനെ തന്നെ കളയാണ് വാട്ടർ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓയിൽ സ്പിൽ എന്നൊക്കെ പറയുമ്പോൾ ആ ഏത് സബ്സ്റ്റൻസിലാണോ ഓയിൽ വഴി കണ്ടാമിനേറ്റഡ് ആയിരിക്കുന്നത് അതല്ലേ നമ്മൾ അതിൽ നിന്ന് മാറ്റുന്നത് അല്ലേ? എന്താണ് നിങ്ങൾ റിപ്ലൈ ചെയ്യാത്തെ? വാട്ടർ വേസ്റ്റ് മാനേജ്മെന്റ് ഒന്ന് എടുത്തു നോക്കിയേ. ഇപ്പൊ ഒരു വെള്ളം മലിനമായി, ആ വെള്ളം നമ്മൾ അങ്ങനെ തന്നെ കളയല്ലല്ലോ ചെയ്യുന്നത്, അതിലുള്ള അഴുക്കിനെ റിമൂവ് ചെയ്യാണ് അല്ലെ? വേസ്റ്റസ് റിമൂവ് ചെയ്യല്ലേ ചെയ്യാ അല്ലെ? അപ്പൊ ആ വേസ്റ്റസിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹസാർഡസ് സബ്സ്റ്റൻസുകളിലേക്ക് ഈ നാനോ പാർട്ടിക്കിൾസ് പോയി പറ്റിപ്പിടിക്കുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ആ പാർട്ടിക്കിൾസിനെ അബ്സോർബ് ചെയ്തെടുക്കാനും ഡീഗ്രേഡ് ചെയ്ത് കളയാനും സാധിക്കും. മനസ്സിലായോ? അതാണ് ശരിക്കും നാനോ ടെക്നോളജിയുടെ ഉപയോഗം. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, എല്ലാം ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. ഇതില് പ്രധാനമായിട്ടും ഇവിടെ ചെയ്യുന്നത് ഈ നാനോ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് കേട്ടോ. അവ ഉപയോഗിച്ചുകൊണ്ട് അവ ഈ പറയുന്ന ഹസാർഡസ് സബ്സ്റ്റൻസുകളിൽ വേസ്റ്റുകളിൽ പോയി ബൈൻഡ് ചെയ്യും, പറ്റിപ്പിടിക്കും. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പറയുന്ന നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് ആ വേസ്റ്റസിനെയൊക്കെ അബ്സോർബ് ചെയ്തെടുക്കാനും ഡീഗ്രേഡ് ചെയ്യാനും സാധിക്കും. മനസ്സിലായോ? ആ പ്രൊസീജിയർ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാമോ? മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞത് ക്ലിയർ ആയോ? അതെ, വെള്ളത്തിലുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ ഓയിൽ വഴി വന്നിരിക്കുന്ന വേസ്റ്റേജോ കാര്യങ്ങളോ ആണെങ്കിലും അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിലൊക്കെയാണ് കൂടുതലും ഈ നാനോ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? വായിച്ചു നോക്കിയേ, എല്ലാം ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കി, എന്നാൽ നമുക്ക് ഒന്നുകൂടി പറയാം. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഗ്രീൻ കെമിസ്ട്രിയോ? ഗ്രീൻ കെമിസ്ട്രി ഡേഞ്ചറസ് അല്ലാത്ത മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഗ്രീൻ കെമിസ്ട്രിയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് അല്ലാതെ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള കെമിക്കൽസ്, അതായത് ഡേഞ്ചറസ് വേസ്റ്റുകൾ വരാത്ത രീതിയിലുള്ള കെമിക്കൽസ് ഉണ്ടാക്കുക, ഡിസൈൻ ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ അവിടെ ഉണ്ടാവുന്ന ആ വേസ്റ്റുകളിൽ ഡേഞ്ചറസ് വേസ്റ്റിന്റെ അളവ് കുറയ്ക്കാൻ പറ്റില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വായിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്നുകൂടി പറയട്ടെ. എല്ലാം ഒന്നുകൂടി പറയട്ടെ. കിട്ടാത്തവരൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ റോബോട്ടിക്സ് അല്ലെങ്കിൽ റോബോട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ റോബോട്ടിക് ആംസ് യൂസ് ചെയ്തുകൊണ്ട് അവിടെ പ്രത്യേകമായിട്ടുള്ള ഒബ്ജക്ട് സെൻസേഴ്സും ക്യാമറാസും കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടാവും. നമുക്ക് കൃത്യമായിട്ട് റിമോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനവും അവിടെ ഉണ്ടാവും. ആ റോബോട്ടിക് ആംസ് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള വേസ്റ്റുകളിൽ നിന്ന് ഓരോ വേസ്റ്റിനെയും നമുക്ക് സോർട്ട് ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാനും ഒക്കെ ആ റോബോട്ടിക് ആംസ് ഉപയോഗിച്ചുകൊണ്ട് റിമോട്ട് കൺട്രോളിലൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ നേരിട്ട് ഹെൽത്ത് വർക്കേഴ്സ് അതിൽ
എക്സ്പോസ്ഡ് ആവുന്നതിന്റെ ആ ഒരു അപകട സാധ്യതയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കും, കുറച്ചും കൂടി സ്പീഡിലും ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ക്ലിയർ ആണോ? ആണോ? മിസ് ചോദിക്കുമ്പോൾ ഓരോന്ന് നോക്കിയാണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ. Then second one ആണ് ബയോ റെമഡിയേഷൻ. ബയോ റെമഡിയേഷനിൽ പറയുന്നത് എന്താ? നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഡേഞ്ചറസ് വേസ്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതായത് നമ്മുടെ മൈക്രോ ഓർഗാനിസംസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വേസ്റ്റസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അതിനെ സിംപ്ലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോളർ ആയിട്ടുള്ള നോൺ ടോക്സിക് ആയിട്ടുള്ള കമ്പോണൻസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ബയോ റെമഡിയേഷൻ കിട്ടിയോ? മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിക്കുന്നു, അതുകൊണ്ട് അതിലൂടെയുള്ള അങ്ങനെയുള്ള ഒരു നാച്ചുറൽ പ്രോസസ്സിലൂടെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തത് പ്ലാസ്മ ആൻഡ് ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ പ്രോസസ്സിൽ ഹൈ ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അപ്പൊ ഓരോന്നിനും ഓരോരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. മറ്റത് റോബോട്ടിക് ആണ്, ആംസ് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ബയോ റെമഡിയേഷൻ എന്തായിരുന്നു? മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ് ആണ് കൊണ്ടുവരുന്നത്. പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ ആകുമ്പോഴോ ഹൈ ടെമ്പറേച്ചർ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഓരോന്നിനും വ്യത്യാസമുണ്ട് അല്ലെ? ആ വ്യത്യസ്തത മനസ്സിലാക്കി വെച്ചാൽ എളുപ്പമായിരിക്കും. പ്ലാസ്മ ഗ്യാസിഫിക്കേഷനിൽ ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റുകളെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൻ്റെതായ ഘടക ഭാഗങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഒരു ഹൈ വോളിയത്തിലുള്ള ഒരു വേസ്റ്റ് ആണെങ്കിലും ഈ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നത് വഴി ആ ഒത്തിരി സാധനങ്ങൾ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ഡൗൺ ചെയ്ത് ആ വോളിയം കുറയ്ക്കാനും അതുപോലെ അതുമായിട്ട് ഒത്തിരി സമയം എക്സ്പോസ്ഡ് ആവുന്നതിന്റെ റിസ്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഇപ്പൊ റീയൂസ് ചെയ്യേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ അതിനും നമുക്ക് അവിടെ റീയൂസ് ചെയ്യാനായിട്ട് നിലനിർത്താനും സാധിക്കും. ക്ലിയർ ആണോ? പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രിയിൽ എന്താ പറഞ്ഞത്? ഇവിടെ നമ്മൾ നോർമൽ ആയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസ് അല്ലാതെ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് അത് ഡിസൈൻ ചെയ്യുക, അതിനനുസരിച്ചുള്ള ഡിസൈൻ ചെയ്ത സേഫ് ആയിട്ടുള്ള കെമിക്കൽസിന്റെ പ്രൊഡക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്രൊഡക്ഷൻ നടത്തുന്നത് വഴി ഇങ്ങനെയുള്ള സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ വരാൻ സാധ്യതയില്ല. മനസ്സിലായോ? അപ്പൊ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്നതാവുമ്പോ അവിടെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ? ആ ഡേഞ്ചറസ് വേസ്റ്റുകൾ വരുന്നതിനെ കുറയ്ക്കണമെങ്കിൽ സേഫ് ആയിട്ടുള്ള കെമിക്കൽസ്, ഇങ്ങനെ വേസ്റ്റ് അധികം വരാത്ത രീതിയിലുള്ള കെമിക്കൽസ് അല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമല്ലേ അവിടെ വേസ്റ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ മുതലേ ആ കാര്യം ഇവിടെ ശ്രദ്ധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ മുതലേ ആ ഒരു കെമിക്കൽസ് എങ്ങനെ രൂപകൽപ്പന ചെയ്യണം, വളരെ സേഫ് ആയിട്ടുള്ള രീതിയിൽ, അധികം ഡേഞ്ചറസ് വേസ്റ്റുകൾ വരാത്ത രീതിയിൽ സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് ഡിസൈൻ ചെയ്യുന്നു, അത് പ്രൊഡക്ഷൻ നടത്തുന്നു. അത് ഉപയോഗിക്കുന്നതിലൂടെ ഡേഞ്ചറസ് വേസ്റ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ എമൗണ്ട് കുറയ്ക്കുന്നു. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. ക്ലിയർ അല്ലേ ഗ്രീൻ കെമിസ്ട്രി? ഓക്കെ. ലാസ്റ്റ് വൺ നാനോ ടെക്നോളജി. നാനോ ടെക്നോളജിയിൽ എന്താ നമ്മൾ പറഞ്ഞത്? ഇവിടെ എപ്പോഴും ഈ പറയുന്ന എല്ലാ മെത്തേഡുകളും എങ്ങനെയാണ്? ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡുകൾ തന്നെയാണ് കേട്ടോ. ദെൻ ഇവിടെയും നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് ആ നാനോ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഈ ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളിൽ ചെന്ന് ബൈൻഡ് ചെയ്യും അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അതിന്റെ സഹായത്തോടു കൂടി ഈ പറയുന്ന സബ്സ്റ്റൻസുകളെ നമുക്ക് എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യാനും ഡീഗ്രേഡ് ചെയ്യാനും സഹായിക്കുന്നു. മനസ്സിലായോ നാനോ ടെക്നോളജി എന്താന്നുള്ളത്? ക്ലിയർ ആണോ? ഇവിടെ നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നു. ഗ്രീൻ കെമിസ്ട്രിയിലാകുമ്പോൾ സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് ഡിസൈൻ ചെയ്ത് പ്രൊഡക്ഷൻ നടത്തുന്നു. നെക്സ്റ്റ് മറ്റേ പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ ആകുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ആണ് യൂസ് ചെയ്യുന്നത്. ബയോ റെമഡിയേഷനില് നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്യുന്നു. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷനില് റോബോട്ടിക് ആംസും റിമോട്ട് കൺട്രോൾ സിസ്റ്റവും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യും. ക്ലിയർ ആണോ? മനസ്സിലായോ? 5 എണ്ണം ഓക്കെയാണോ? ഓക്കെ. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ്. എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ എല്ലാ ഭാഗവും എക്സാം ഒക്കെ ആവാറായി. നിങ്ങളുടെ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആയില്ലേ? ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് അല്ലേ?
പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് വെറുതെ മിസ് എടുത്ത ഭാഗങ്ങളുടെ ആൻസേഴ്സ് പറയാൻ നോക്കാം. ഓക്കെ. വേഗം ഒന്ന് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കട്ടോ. അപ്പോഴേക്കും മിസ് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്ന് ജസ്റ്റ് നിങ്ങൾ എഴുതുമൊന്നും വേണ്ട. ജസ്റ്റ് മിസ്സിന് അറിയാം, നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓപ്ഷൻസ് എന്തിനാണ്? പഠിച്ച ഭാഗങ്ങൾ ഓപ്ഷൻസ് വേണോ? വേണ്ടല്ലോ അല്ലെ? അറിയാവുന്ന ആൻസേഴ്സ് പറഞ്ഞാൽ മതി കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ചോദിക്കട്ടെ മിസ് ആദ്യം ഏത് ചാപ്റ്റർ എടുത്തത്? ഓർമ്മയുണ്ടോ നോക്കട്ടെ. ആദ്യം ഏത് ചാപ്റ്റർ എടുത്തത്? ഓപ്പറേഷൻ തിയേറ്റർ ആണോ എടുത്തേ? ആണോ? ഏത് ചാപ്റ്റർ ആണ് എടുത്തത്? ഫസ്റ്റ് ഫ്രണ്ട് ഓഫീസ്. മിസ് എടുത്തത് മാത്രമേ ചോദിക്കുന്നുള്ളൂ കേട്ടോ. ഫ്രണ്ട് ഓഫീസ് ആണ്. അപ്പൊ ഫ്രണ്ട് ഓഫീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചോദിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കസ്റ്റമർ സർവീസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എന്താണ് കസ്റ്റമർ സർവീസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര്? എന്താണ് കസ്റ്റമർ സർവീസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ക്ലയന്റ് സർവീസ്. വെരി ഗുഡ്. ക്ലയന്റ് സർവീസ് എന്നാണ് അറിയപ്പെടുക കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ക്ലയന്റ് സർവീസ് ആണ്. ഓക്കെ, ദെൻ എന്താണ് CRMന്റെ ഫുൾ ഫോം? എന്താ CRMന്റെ ഫുൾ ഫോം? ആദ്യ ഭാഗത്ത് നിന്നാണ് ചോദിക്കണേ. CRMന്റെ ഫുൾ ഫോം എന്താണ്? എന്താണ്? ഒരാളും റിപ്ലൈ ഇല്ല. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. വെരി ഗുഡ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ദെൻ ആരാണ് ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്നത്? ആരാണ് ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്നത്? ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസ് ആണോ അവിടുത്തെ എക്സിക്യൂട്ടീവ് ആണോ? ആരായിരിക്കും ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്നാ പറയുന്നത്? ആരാണ്? ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലെ എക്സിക്യൂട്ടീവിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. അത് കൺഫ്യൂഷൻ വരരുത്. എക്സിക്യൂട്ടീവ് അല്ലേ, അവരല്ലേ നമ്മളോട് സംസാരിക്കുന്നതും നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതും. അപ്പൊ അവരാണ് ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഞാൻ കസ്റ്റമർ എന്ന് പറയുന്ന വേർഡ് ഹിസ്റ്റോറിക്കലി ഏത് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? കസ്റ്റം. വെരി ഗുഡ്. കസ്റ്റം എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ്. ഈ കസ്റ്റം എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ? കസ്റ്റം എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ? ഹാബിറ്റ്. വെരി ഗുഡ്. ഹാബിറ്റ് എന്നാണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്? ഫ്രണ്ട് ഓഫീസിനെയും ബാക്ക് ഓഫീസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന, രണ്ടിനെയും ഫങ്ഷൻസിനെ കണക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? CRM സോഫ്റ്റ്വെയർ. വെരി ഗുഡ്. CRM സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് എന്താണ്? ഇനി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഒത്തിരി പോർഷൻസ് പഠിച്ചു അല്ലെ. എത്ര പെർസെന്റേജ് എന്നൊക്കെ പറഞ്ഞ് കസ്റ്റമേഴ്സ് ലീവ് ആയി പോകുന്നതിന്റെ പെർസെന്റേജ് ഒക്കെ പഠിച്ചു അല്ലെ. അതിൽ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ആളുകള് ലീവ് ചെയ്തു പോകുന്നതിന്റെ റീസൺ എന്താണ്? എന്ത് റീസൺ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ നിന്ന് ലീവ് ചെയ്തു പോകുന്നത്? ഡെഡ് ആയതുകൊണ്ടാണ്? അല്ല, ഡെഡ് ആയതുകൊണ്ടല്ലോ. റൂഡ് ആയിട്ട് അല്ലെ, റൂഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കോഷ്യസ് ബിഹേവിയർ അല്ലെങ്കിൽ റൂഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുകൾ മൂലമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത് കേട്ടോ. അതെ, പെരുമാറ്റത്തിന് വരുന്ന കാര്യമാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെയൊക്കെ ചോദിക്കാം, ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വേണം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്ത് മാത്രമേ മിസ് പറയുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് എന്താണ്? അതിന്റെ അഡ്വാൻറ്റേജസ് പഠിച്ചു വെക്കുക.
പിന്നെ എന്താ വൈറ്റൽ ഫങ്ഷൻസ് അതിൽ ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് നോക്കാം. ഇനി ഈ പറയുന്ന CRM സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കണം കേട്ടോ. അതിന്റെ അഡ്വാൻറ്റേജസ്, അതുപോലെ ഏത് സോഫ്റ്റ്വെയർ, CRM സോഫ്റ്റ്വെയർ ആൻസർ ആയിട്ട് വരുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഏത് സോഫ്റ്റ്വെയർ ആണ് റിലേഷൻഷിപ്പ് അല്ലെ, ഏതൊക്കെ റിലേഷൻഷിപ്പ് ആണ് വിത്ത് കസ്റ്റമേഴ്സുമായിട്ടുള്ള മാനേജ്മെന്റ്, റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന CRM സോഫ്റ്റ്വെയർ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ നെക്സ്റ്റ് എന്താണ്, ഫ്രണ്ട് ഓഫീസിന്റെ വർക്കിംഗ് ടൈം എത്ര മണിക്കൂറാണ്, എത്ര മണിക്കൂറാണ് വർക്കിംഗ് ടൈം? 24 hours ആണ് അല്ലെ. എത്ര ഷിഫ്റ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നേ? 3 ഷിഫ്റ്റ് ആയിട്ടാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ, അതിനൊക്കെ ചോദ്യം ചോദിക്കാം. ദെൻ ഏതൊക്കെയാണ് ഫ്രണ്ട് ഓഫീസിന്റെ പരിധിയിൽ വരുന്നത്, ഏതൊക്കെ ഏരിയ, ഫ്രണ്ട് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന ഏരിയ ഏതൊക്കെയാ, ഏതൊക്കെ ഏരിയാസാ ഫ്രണ്ട് ഓഫീസിന്റെ പരിധിയിൽ വരുന്നത്? പഠിച്ചില്ലേ? റിസപ്ഷൻ ഏരിയ. അപ്പൊ നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, ആദ്യം നമ്മൾ റിസപ്ഷനിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ റിസപ്ഷനിൽ പോയി രജിസ്ട്രേഷൻ ചെയ്തു. അതിനുശേഷം നമ്മൾ എങ്ങോട്ടാ പോവാ, എങ്ങനെ പോവാ? കൺസൾട്ടേഷൻ റൂമിലേക്ക് അല്ലെ, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൺസൾട്ടേഷൻ ഏരിയയിലേക്ക് പോകും. കൺസൾട്ടേഷൻ ഏരിയയിൽ ചെന്ന് നമ്മൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും റെഫറൻസോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മിസ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോയില്ല, റിസപ്ഷൻ ഏരിയയിൽ ചെന്നു, എന്ത് ചെയ്യുന്നു, കൺസൾട്ടേഷൻ റൂമിലേക്ക് പോയി. അതിനുശേഷം ഡോക്ടർ നമുക്കൊരു ഡയഗ്നോസ്റ്റിക് എക്സ്റേയോ സ്കാൻ ചെയ്യാനോ എന്തെങ്കിലും ലാബിലേക്കോ എന്തെങ്കിലും എഴുതി തന്നാൽ നമ്മൾ നേരെ എവിടേക്ക് പോകും, ഡയഗ്നോസ്റ്റിക് ഏരിയയിലേക്ക് പോകും അല്ലെ. ആ 3 ഏരിയയും നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് അങ്ങനെ വെച്ചാൽ മറന്നു പോകില്ല കേട്ടോ. അപ്പൊ ഓപ്ഷൻസ് വേറെ വന്നാലും നിങ്ങൾ മറക്കില്ല ഏതൊക്കെ ഏരിയ ആണെന്ന്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് അവർ കണക്ട് ചെയ്ത് വെച്ചാൽ മറക്കാതെ എഴുതാൻ പറ്റും. അവർ 2 എണ്ണം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എത്ര മണിക്കൂറാണ് ഒരു ഫ്രണ്ട് ഓഫീസിന്റെ പ്രവർത്തന സമയം, ഏത് ഷിഫ്റ്റ്, എത്ര ഷിഫ്റ്റ് ആയിട്ടാണ് അവര് പ്രവർത്തിക്കുന്നത് എന്നും നോക്കണം കേട്ടോ. നെക്സ്റ്റ് എന്താണ്, അതുപോലെ ആ ഡെസ്കുകളില്ലേ, നമ്മുടെ റിസോഴ്സ് ഡെസ്ക്, ഹെൽത്ത് ചെക്കപ്പ് ഡെസ്ക്, അത് ആ 3 എണ്ണത്തിന്റെയും പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ആ 3 എണ്ണത്തിലും ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. അതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കാരണം 3 എണ്ണം ഉണ്ട്, അതിൽ 3 എണ്ണത്തിന്റെയും പോയിന്റ്സ് വ്യത്യാസമാണ് അല്ലെ. 3 എണ്ണം തമ്മിൽ ഇത് മാറിപ്പോകേണ്ട ആവശ്യമില്ലല്ലോ, 3ന്റെയും ഫങ്ഷൻസ് വ്യത്യാസം അല്ലേ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തി കൊടുക്കാം. അപ്പൊ ഇൻക്ലൂഡഡ് ആവാത്തത് ഏത് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയത് ഏത് എന്നും ചോദിക്കാം. അപ്പൊ അതിനനുസരിച്ച് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് ആരംഭിക്കാം കേട്ടോ. ദെൻ ഇപ്പൊ ഓർമ്മിച്ച് വെക്കണം, അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് ഏത്, ഹെൽത്ത് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് ഏതിലാണ്, ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുന്നത് ഏത് ഡെസ്കിലാണ്, ഏത് ഡെസ്കിലാണ്? പേരിൽ നിന്ന് തന്നെ അറിഞ്ഞൂടെ, ഹെൽത്ത് ചെക്കപ്പ് ഡെസ്ക് അല്ലെ, പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാം അല്ലെ, ഹെൽത്ത് ചെക്കപ്പ് ഡെസ്ക്. എന്നാൽ മറ്റ് നമ്മുടെ ഫോൺ കോളിലൂടെയുള്ള അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുന്നത് ഏത് ഡെസ്കാ, ഏത് ഡെസ്കാണ്? റിപ്പോർട്ട് ഡെസ്ക് ആണോ? ആദ്യത്തെ ഇത് ഏതാ പഠിച്ചത് നമ്മള്, റിസോഴ്സ് അല്ലെ, ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. എന്താ മാറിപ്പോകുന്നേ, റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, നമ്മുടെ ലാബ് റിസൾട്ടുകള് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഡിസ്പാച്ച് ചെയ്യുന്നിടം, കൃത്യമായ സമയത്ത് അവിടെയുള്ള പേഷ്യൻസിന് അത് വിതരണം ചെയ്യുക എന്നതൊക്കെയാണ് റിപ്പോർട്ട് ഡെസ്കിന്റെ പ്രധാന ഫംഗ്ഷൻ വരുന്നത് അല്ലെ. റിസോഴ്സ് ഡെസ്ക് അല്ലെങ്കിൽ ആദ്യം നമ്മൾ റിസോഴ്സ് ഡെസ്ക് അല്ലേ പഠിച്ചത്, അവിടെയാണ് ഫോൺ കോളിലൂടെ വരുന്ന എന്ത് നേരിട്ട് വരുന്നത് എവിടെയാ, നേരിട്ട് വരുന്നത് എവിടെയാ, വാക്കിംഗ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞില്ലേ. 3 തമ്മിൽ മാറിപ്പോയത് അതാ മിസ് പറഞ്ഞത്, ആ ഭാഗം ഇമ്പോർട്ടന്റ് ആണെന്ന്. നേരിട്ട് വരുന്നത് എവിടെയാണ്, ഏത് ഡെസ്കിലാ വരാ, സെക്കൻഡ് ആയിട്ട് പഠിച്ചത് ഏത് ഡെസ്കാ,
ഹെൽത്ത് ചെക്കപ്പ് ഡെസ്ക് അല്ലെ, അവിടെയാണ് നേരിട്ട് വരുന്ന അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങൾ നേരിട്ട് വരുന്നവരുടെ ചെയ്യുന്നത്. എന്നാൽ ഫോൺ കോളിലൂടെ ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നവരുടെ റിസോഴ്സ് ഡെസ്ക് ആണ് കേട്ടോ. അത് മാറിപ്പോകരുത്, അന്നും മിസ് പറഞ്ഞിട്ടില്ലായിരുന്നു, ഇപ്പോഴും പറയാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് അറിയപ്പെടുന്ന മറ്റു പേരെന്താ? എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് അറിയപ്പെടുന്ന മറ്റു പേര്? ഓപ്പറേറ്റിംഗ് റൂം. ഒരു ഓപ്പറേറ്റിംഗ് റൂം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ആരൊക്കെയാണ് പ്രധാനമായിട്ടുണ്ടാവുക? സ്റ്റാഫുകൾ ആരൊക്കെയായിരിക്കും? സർജൻ ഉണ്ടാവും, ഡോക്ടർ, സർജൻ ഉണ്ടാവും, പിന്നെ അടുത്ത ആള് പറയൂ. തിയേറ്റർ നേഴ്സ് ഉണ്ടാവും, അനസ്തീഷ്യോളജിസ്റ്റ് ഉണ്ടാവും, പിന്നെ ആരാണ്? ഓപ്പറേഷൻ തിയേറ്റർ അറ്റൻഡൻസ് ഉണ്ടാവും, അറ്റൻഡേഴ്സ് ഉണ്ടാവും, കാർഡിയോളജിസ്റ്റ് ഉണ്ടാവും, പിന്നെ കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ടാവും. ശരിയാണ്, കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ടാവും. ദെൻ ഇത്രയും പേരുണ്ടാവുള്ളോ? പിന്നെ ആരാ ഉണ്ടാവുക? റേഡിയോഗ്രാഫേഴ്സ് ഉണ്ടാവും. വെരി ഗുഡ്, റേഡിയോഗ്രാഫേഴ്സ്. ഓപ്പറേഷൻ തിയേറ്റർ അറ്റൻഡേഴ്സ് ഉണ്ടാവും. ഇത്രയും ആളുകൾ അവിടെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് എന്താണ് ഒരു അസെപ്സിസ് എന്ന് പറഞ്ഞാല്? അസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? അസെപ്സിസ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അസെപ്സിസ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസിന്റെ ആബ്സെൻസ് ആണ് അല്ലെ. ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ് ആണ് അസെപ്സിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിന്റെ പോളിസി കാര്യങ്ങൾ, അവിടെ എൻട്രി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പോളിസി കാര്യങ്ങൾ നോക്കണം. പിന്നെ എത്ര സോണുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്റർ? 4 സോണുകളാണ്. ഏതൊക്കെയാണത്? ഏതൊക്കെ സോണുകളാണ്? അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, പറയണ്ട. ഇപ്പൊ എല്ലാ മെസ്സേജ് ചെയ്യുമ്പോ പ്രീ ഓപ്പറേറ്റീവ് സോൺ അല്ല കേട്ടോ, അല്ല. ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, അസെപ്റ്റിക് സോൺ ഒക്കെ പഠിച്ചില്ലേ നമ്മള്? ഡിസ്പോസൽ സോൺ പഠിച്ചില്ലേ? പ്രൊട്ടക്റ്റീവ് സോൺ. 4 സോണുകള്. സോണുകൾ കേട്ടോ, 4 എണ്ണം ഉണ്ട്. 4 സോണിന്റെയും പേര് പഠിക്കാം. 4 എണ്ണത്തിലും ഉൾപ്പെടുന്ന ഓരോ ഏരിയാസും പഠിച്ചു വെക്കണം കേട്ടോ. ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അതുപോലെ CSSTയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം, TSSUയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. ദെൻ നെക്സ്റ്റ് എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് റൂമുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നത് ഏത്? 3 ടൈപ്പ് ഓപ്പറേറ്റിംഗ് തിയേറ്റേഴ്സ് ഉണ്ടെന്ന് പഠിച്ചില്ലേ? പഠിച്ചോ? 3 ടൈപ്പ് പഠിച്ചോ? മോഡുലാറ്, ദെൻ ഇന്റഗ്രേറ്റഡ്, ഹൈബ്രിഡ്. 3 ടൈപ്പ് ഉണ്ട്. അതിന്റെ 3ന്റെയും പ്രത്യേകതകളും കേട്ടോ. ഓക്കെ, ഇനി ഓരോന്നും അവിടെ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് എന്തൊക്കെയാണ് അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി കിട്ടാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ മിസ് ഓൾറെഡി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഭാഗം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മറ്റുള്ള പോർഷൻസും ഒക്കെ ഒന്ന് വായിച്ച് കവർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.